ഹല്ലേലൂയ. ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം കരേറ്റുന്നു. ഇന്ന് രാവിലെ പിന്നെയും നമുക്ക് ദൈവവചന പഠനത്തിനായിട്ട് ഇങ്ങനെ ഒരുമിച്ച് കൂടുവാൻ തക്കോണം കർത്താവ് ഈ അവസരം നമുക്ക് തന്നല്ലോ. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ആയിരിക്കാം. നമ്മൾ കഴിഞ്ഞ രണ്ടാഴ്ച ഒരു ഉപമ, കർത്താവ് നൽകിയ ഒരു ഉപമ വീണ്ടും നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് പഠിക്കാൻ നമ്മൾ സമയമെടുത്തു. ഇന്ന് കഴിയുമെങ്കിൽ ആ ഉപമ അവസാനിപ്പിക്കണം എന്ന് എനിക്ക് താല്പര്യമുണ്ട്. ലെറ്റ് us try. മത്തായി സുവിശേഷം 20-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന ഉപമയാണ്. അതിലെ വാക്യങ്ങൾ നമുക്ക് അപ്പോൾ വായിക്കാം. എന്നാൽ ഈ നമ്മുടെ വേദപുസ്തകത്തിൽ അധ്യായത്തിൽ നിങ്ങൾ തുറന്ന് വയ്ക്കണം, അധ്യായം തുറന്ന് വയ്ക്കണം. അതാത് സമയത്ത് നമുക്ക് ആ വാക്യങ്ങൾ വായിക്കുകയും ഈ ഉപമയെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം ശ്രമിക്കുകയും ചെയ്യാം. ദൈവത്തിന് സ്തോത്രം. വളരെ പ്രധാനപ്പെട്ട ഒരു ഉപമയാണ്. അതിന് ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, ഒരു പശ്ചാത്തലമുണ്ട്. അത് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലും അത് സംസാരിപ്പാൻ തക്കവണ്ണം ശ്രമിച്ചിരുന്നു. നമുക്ക് ആ ബാക്ക്ഗ്രൗണ്ട് എല്ലാവർക്കും തന്നെ മനസ്സിലായി കാണും. അത് നമ്മുടെ ഉള്ളിലുണ്ട് എന്ന്, നമ്മുടെ മനസ്സിലുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശു കർത്താവിൻ്റെ അടുത്ത് വന്ന ഒരു ധനികനായ പ്രമാണിയായ ഒരു ചെറുപ്പക്കാരൻ, അവൻ വന്ന് കർത്താവിനോട് നിത്യജീവന് വേണ്ടി ചോദിക്കുന്നു. എന്നാൽ യേശു അവനെ നിത്യജീവന് അല്ലെങ്കിൽ യേശു അവനിൽ കണ്ട കുറവിനെ ചൂണ്ടിക്കാണിച്ചപ്പോൾ അതിനെ ഉപേക്ഷിപ്പാൻ മനസ്സില്ലാതെ അവൻ ദുഃഖിതനായി പോയി കളയുന്നത് നമ്മൾ കാണുന്നുണ്ട്. 19-ാം അധ്യായത്തിൽ അവൻ വളരെ സമ്പത്തുള്ളവനാകയാൽ ഈ വാക്യങ്ങൾ ദുഃഖിച്ച് പോയി കളഞ്ഞു എന്ന നമ്മൾ വായിക്കുന്നത്. അത് കണ്ടിട്ടാണ് ശിഷ്യന്മാർ, അതോടൊപ്പം തന്നെ യേശു ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, ധനവാൻ സ്വർഗരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നത് ഏറെ എളുപ്പം എന്ന് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. അത് കേട്ട ശിഷ്യന്മാർ വളരെ വിസ്മയിച്ചു. അവർ ചോദിപ്പാൻ തുടങ്ങി, എന്നാൽ രക്ഷിക്കപ്പെടുവാൻ ആർക്ക് കഴിയും? കർത്താവ് പറഞ്ഞു, മനുഷ്യർക്ക് അസാധ്യം, എങ്കിലും ദൈവത്തിന് സകലവും സാധ്യം. അപ്പോഴാണ് പത്രോസ് ഒരു ചോദ്യം യേശു കർത്താവിനോട് ചോദിച്ചത്, ഇതാ ഞങ്ങൾ ഈ ചെറുപ്പക്കാരനെ പോലെയല്ല, ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചിരിക്കുന്നു, അപ്പോൾ ഞങ്ങൾക്ക് എന്ത് കിട്ടും എന്ന് ചോദിച്ചു. അതിന് ഉത്തരമായിട്ട് യേശു പറഞ്ഞു. കഴിഞ്ഞ ആഴ്ചയിൽ അതാണ് ഞാൻ ചിന്തിപ്പാനിടയായത്, നിങ്ങളുമായിട്ട് ഒരുമിച്ച് പങ്കിടുവാനിടയായത്. അതിനുത്തരമായിട്ട് യേശു പറയുന്നത് വളരെ മനോഹരമായ അഷ്വറൻസസ്, പ്രോമിസസ് അല്ലേ. യേശു കർത്താവ് അവരോട്, എന്നെ അനുഗമിച്ചിരിക്കുന്ന നിങ്ങൾക്ക് ഇന്നതെല്ലാം ലഭിക്കും. പുനർജനനത്തിൽ വീണ്ടും നിങ്ങൾ മനുഷ്യപുത്രൻ തൻ്റെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങളും 12 സിംഹാസനത്തിൽ ഇരുന്ന് ഇസ്രായേൽ ഗോത്രം 12-നും ന്യായം വിധിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. അതിനോട് ചേർത്ത്, ഇനി അതുകൊണ്ടും സന്തോഷം ഉണ്ടാകുകയില്ലെങ്കിൽ അതിനോട് ചേർത്ത് കർത്താവ് പിന്നെയും പറയുക, എന്നാൽ എൻ്റെ നാമനിമിത്തം വീടുകളെയോ സഹോദരന്മാരെയോ സഹോദരികളെയോ അപ്പനെയോ അമ്മയോ മക്കളെയോ നിലങ്ങളെയോ വിട്ടുകളഞ്ഞവനെല്ലാം 100 മടങ്ങ് ലഭിക്കും, അവൻ നിത്യജീവനെയും അവകാശമാക്കും. ലൂക്കസിൻ്റെ സുവിശേഷത്തിൽ ഒരു കാര്യം കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ലോകത്തിൽ അവന് 100 മടങ്ങ് ലഭിപ്പാൻ ഇടയായിത്തീരും. അപ്പോൾ അപ്പനെയും അമ്മയും വീടും നിലങ്ങളും ഒക്കെ ലഭിക്കും. ഈ ലോകത്തിൽ 100 മടങ്ങായിട്ട് ലഭിക്കുകയും വരുവാനുള്ള ലോകത്തിൽ നിത്യജീവനെയും ലഭിപ്പാൻ തക്കവണ്ണം ഇടയാകും എന്ന് സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു. പക്ഷെ അതിൻ്റെ കൂടെ ഒരു വാണിങ്ങോടെ കർത്താവ് പറയുന്നുണ്ട്. നമ്മൾ അവിടെ നിന്ന് തുടങ്ങാം ഇന്ന് രാവിലെ. അതിനോട് ചേർത്ത് പറയുന്ന വാണിങ് എന്ന് പറയുന്നത്, എന്നാൽ മുമ്പന്മാർ പലർ പിമ്പന്മാരും പിമ്പന്മാർ മുമ്പന്മാരും ആകും. നമുക്ക് ദഹിക്കാൻ ഏറ്റവും പ്രയാസമുള്ള കാര്യമാണ് അല്ലേ. മുമ്പിൽ വരുന്നവർ അനുഗ്രഹിക്കപ്പെടുന്ന നമ്മൾ സ്വപ്നം കാണുന്നത്. ആദ്യം വന്നു, വർഷങ്ങളായി നാളുകളായി കർത്താവിനെ പിൻപറ്റുന്നു, കർത്താവിന് വേണ്ടി ജീവിക്കുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ഞാൻ മുമ്പേ വന്നതുകൊണ്ട് മറ്റുള്ളവരെക്കാൾ അനുഗ്രഹിക്കപ്പെടുമെന്ന നമ്മൾ പലപ്പോഴും കരുതുന്നത്. ഇത് കർത്താവ് വളരെ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്, വളരെ ശക്തമായിട്ട് ഇതിന് ഊന്നൽ കൊടുത്ത് പറയുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാകും. കാരണം 19-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യത്തിൽ 30-ാം വാക്യത്തിൽ ഇത് എഴുതിയിട്ടുണ്ട്.
പിമ്പന്മാർ പലരും മുമ്പന്മാർ പലർ പിമ്പന്മാരും പിമ്പന്മാർ മുമ്പന്മാരുമാകും. അതേ കാര്യം തന്നെ 20-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിലും കർത്താവ് പറയുന്നുണ്ട്. അപ്പോൾ രണ്ട് സാക്ഷികളുടെ വാമൊഴിയാൽ ഏത് കാര്യവും, നിങ്ങളിവിടെ ഇല്ലേ? രണ്ട് സാക്ഷികളുടെ വാമൊഴിയാൽ ഏത് കാര്യവും ഉറപ്പാകും. അപ്പം 2 ആവർത്തി കർത്താവ് ഇത് പറഞ്ഞിരിക്കുകയാ. എന്തുവാ? മുമ്പന്മാർ പിമ്പന്മാരാകും, പിമ്പന്മാർ പലർ മുമ്പന്മാരാകും. അപ്പോൾ അത് ഈ ഉപമ കർത്താവ് തുടങ്ങുന്നതിന് മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഈ ഉപമ അവസാനിപ്പിക്കുമ്പോഴും കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അതൊരു വലിയ വാണിങ്ങാണ്, ഒരു മുന്നറിയിപ്പാണ്, നമുക്കൊരു ഓർമ്മപ്പെടുത്തലാണ്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ, നമ്മുടെ സഭാ ജീവിതത്തിൽ, നമ്മുടെ സഹോദരങ്ങളുമായിട്ട് നമ്മൾ വർത്തിക്കുമ്പോൾ എല്ലാം ഓർമ്മയിൽ വയ്ക്കേണ്ട ഒരു കാര്യമാണ്. അതിനോട് ചേർന്നാണ് ഈ ഉപമ കർത്താവ് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം നമ്മുടെ ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. നമ്മുടെ പ്രിവിലേജസ്, നമുക്ക് ലഭിക്കേണ്ടതായ പ്രിവിലേജസ് എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട്. അതിനുവേണ്ടി നമ്മളിങ്ങനെ ബദ്ധശ്രദ്ധര, സാഹൂതം നമ്മളതിങ്ങനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് എന്ത് കിട്ടും, ഞാൻ നേരത്തെ വന്നു, ഞാൻ നാളുകളായി കർത്താവിനെ പിൻപറ്റുന്നു, ഞാൻ കർത്താവിന് വേണ്ടി ഒരുപാട് ഓടി അധ്വാനിച്ചു എന്നെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നവരോട് ഒരു മുന്നറിയിപ്പായിട്ട് കർത്താവ് പറയുകയാണ്, മുമ്പന്മാർ പലരും പിമ്പന്മാരാകും, പിമ്പന്മാർ മുമ്പന്മാരുമാകും. അപ്പോൾ ഇത് നമ്മുടെ ഓർമ്മയിൽ ഇരിക്കട്ടെ. ഇനി നമുക്ക് മുന്നോട്ട് പോകാം. ഈ ഒരു ക്രിപ്റ്റിക് വാണിംഗ് കർത്താവ് നൽകുന്നത് നമ്മുടെ ഓർമ്മയിൽ ഇരിക്കട്ടെ. ഒരു പക്ഷേ പത്രോസിൻ്റെ ചോദ്യത്തിന് ഒരു വെയിൽഡ് ആൻസർ കൂടി ആയിരുന്നിരിക്കാം യേശു കർത്താവിയോട് പറഞ്ഞത്, അല്ലേ? ഒരു വിധത്തിൽ പറഞ്ഞാൽ പത്രോസിന് നൽകിയ ഉത്തരത്തിൻ്റെ ഒരു ഭാഗം കൂടി ആയിരിക്കും. പത്രോസേ, നീ വിചാരിക്കുന്നു നീ ചില വർഷങ്ങളായിട്ട് എന്നെ പിൻപറ്റുന്നു, നീയും കൂടെയുള്ളവരും എന്നെ വളരെ താല്പര്യത്തോടെ പിൻപറ്റുന്നു, വളരെ കഷ്ടങ്ങൾ നിങ്ങൾ സഹിച്ചിട്ടുണ്ട്, സഹിക്കാൻ പോകുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേക പ്രിവിലേജസ് ഉണ്ട് എന്നൊരു ധാരണ നിങ്ങൾ വെച്ചു പുലർത്തരുത്. നിങ്ങളുടെ കണ്ണുകൊണ്ട് തന്നെ നിങ്ങൾ കാണും, മുമ്പന്മാർ പലരും പിമ്പന്മാരാകും, പിമ്പന്മാർ മുമ്പന്മാരുമാകും. കർത്താവിൻ്റെ ചില പ്രമാണങ്ങൾ നമുക്ക് സ്വീകരിക്കാൻ വലിയ പാടാ, അല്ലേ? നിങ്ങൾക്കത് സംശയം ഉണ്ടെങ്കിൽ പർവ്വത പ്രസംഗം വായിച്ചു നോക്കിയാൽ മതി, അല്ലേ? ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, കരയുന്നവർ ഭാഗ്യവാന്മാർ, ദരിദ്രർ ഭാഗ്യവാന്മാർ, ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ. ഇതൊക്കെ കർത്താവ് പറയുമ്പോൾ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? അപ്പോൾ ഒരു വളരെ സവിസ്തരമായിട്ടുള്ള ആഴത്തിലുള്ള പഠനം നമുക്ക് ആവശ്യമാണ് ഇത് വേണ്ടതുപോലെ മനസ്സിലാക്കാനായിട്ട്. 3 കാര്യങ്ങളാണ് ഇന്ന് രാവിലെ ഞാൻ ഈ ഉപമയിൽ നിങ്ങളെ ചൂണ്ടിക്കാണിക്കുവാൻ താല്പര്യപ്പെടുന്നത്. ശ്രദ്ധിച്ച് കേൾക്കണേ, വളരെ ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ കേൾക്കണം. ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുവാൻ ഇടയാകട്ടെ. ഒന്നാമത് കർത്താവ് പറയുന്നത് വർക്ക്, എബൌട്ട് ദ വർക്ക്. 2 ദ വർക്കേഴ്സ്. 3 ദ വേജസ്. ഒന്നാമത് ജോലി, ഏതൊരു ജോലിയെക്കുറിച്ചാണ് കർത്താവ് പറയുന്നത്. 2 ഈ ജോലിയിൽ, ഈ പ്രവൃത്തിയിൽ ഏർപ്പെടുന്ന ജോലിക്കാരെ കുറിച്ച് കർത്താവ് പറയുന്നു. 3 അവർക്കുള്ള പ്രതിഫലത്തെക്കുറിച്ച് കർത്താവ് പറയുന്നു. അപ്പോൾ നമുക്ക് 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 20-ാം അധ്യായം 1-ാം വാക്യം. സ്വർഗരാജ്യം തന്റെ മുന്തിരിത്തോട്ടത്തിൽ വേലക്കാരെ വിളിച്ചാക്കേണ്ടതിന് പുലർച്ചയ്ക്ക് പുറപ്പെട്ട വീട്ടുടയവനോട് സദൃശ്യം. മതി. അപ്പോൾ ഈ പറയുന്ന വേല, ഇവിടെ പറയുന്ന ജോലി എങ്ങനെയുള്ള ജോലിയാന്ന് കർത്താവ് പറയുന്നുണ്ട്. തൻ്റെ മുന്തിരിത്തോട്ടത്തിൽ വേലക്കാരെ വിളിച്ചാക്കേണ്ടതിന് പുലർച്ചയ്ക്ക് പുറപ്പെട്ട മുന്തിരിത്തോട്ടത്തിൻ്റെ വീട്ടുടയവനോട് സദൃശ്യം, അല്ലെങ്കിൽ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥനോട് സദൃശ്യം. അപ്പം നമ്മൾ ഈ പാരബിൾ വായിക്കുമ്പോഴെല്ലാം, നമ്മൾ ഇനിയും ഇത് മുന്നോട്ട് വായിക്കാൻ പോവുക പല വാക്യങ്ങൾ, അപ്പോഴെല്ലാം നമുക്കൊരു അവിശ്വസനീയത തോന്നും ഈ പാരബിളിൽ, അല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ച് വായിച്ചിട്ടുണ്ടെങ്കിൽ തോന്നാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് അറിയത്തില്ലെങ്കിൽ, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അറിയത്തില്ലെങ്കിൽ, ഏതൊരു വീട്ടുടയവനാ രാവിലെ പുറപ്പെട്ട് കുറേ വേലക്കാരെ കൊണ്ടുവന്നു, പിന്നെ വീണ്ടും 6 മണിക്ക് പോയി കുറേ പേരെ കൊണ്ടുവന്നു, ഒരു ബാച്ച് 9 മണിക്ക് പോയി വീണ്ടും കൊണ്ടുവരുന്നു, 12 മണിക്ക് കൊണ്ടുവരുന്നു, 3 മണിക്ക് കൊണ്ടുവരുന്നു, 5 മണിക്ക് കൊണ്ടുവരുന്നു. ഏതൊരു വീട്ടുടയവനാ, ഏതൊരു മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടയവനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, അല്ലേ എന്ന് നമുക്ക് ന്യായമായിട്ടും തോന്നുവാൻ സാധ്യതയുണ്ട്. എന്നാൽ പലസ്തീൻ്റെ പശ്ചാത്തലം, ഇത് മുന്തിരിയുടെ ഒരു ഹാർവസ്റ്റ്,
ഇൻ ഗ്യാതറിങ് നടക്കാൻ പോവുകയാ. അത് നമ്മൾ വേണ്ട വിധത്തിൽ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ഈ സംശയം മാറിപ്പോകും. കാരണം പലസ്തീനില് ഗ്രേപ്പ് ഹാർവസ്റ്റ് സാധാരണ സംഭവിക്കുന്നത് എൻഡ് ഓഫ് സെപ്റ്റംബറിലാണ്, അടുത്ത മാസം അവസാനത്തോടെ ആണ്, എൻഡ് ഓഫ് സെപ്റ്റംബറിലാണ്. പക്ഷേ ഈ സെപ്റ്റംബറിൽ തന്നെ ക്ലോസ് ഓൺ ദ ഹീൽസ് ഓഫ് ദാറ്റ് ദ റെയിൻസ് വുഡ് കം. അതിനോട് ചേർന്ന് തന്നെയാണ് മഴ വരുന്നത്. അപ്പോൾ ഈ മഴ ഒരു തുള്ളിയെങ്കിലും വീഴുന്നതിന് മുമ്പായിട്ട്, മഴ പെയ്യുന്നതിന് മുമ്പായിട്ട് ഈ മുന്തിരി കൊലകളെല്ലാം അത് ഹാർവെസ്റ്റ് ചെയ്ത്, മുന്തിരി മുഴുവൻ ഹാർവെസ്റ്റ് ചെയ്ത് അത് അകത്ത് കൂട്ടിവെച്ചില്ല എങ്കിൽ മഴ വീണ് കഴിയുമ്പോൾ ഇതെല്ലാം മുഴുവൻ നശിച്ചു പോകാനിടയാവും. അപ്പം ഓരോ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടയവനെ സംബന്ധിച്ചും ഇതൊരു ഫ്രാൻറ്റിക് റേസാണ്, എന്ന് പറഞ്ഞാൽ ഭ്രാന്തമായിട്ടുള്ളൊരു ഓട്ടമാണ്. എന്തിനു വേണ്ടിയാ? ഈ മുന്തിരിയെല്ലാം അകത്താക്കാനായിട്ട്, കളക്ട് ചെയ്ത് അകത്ത് വെക്കുവാനായിട്ട്. അതുകൊണ്ട് ഈ മുന്തിരിത്തോട്ടത്തിന്റെ ഉടയവന്മാരെല്ലാം പറയും, എനി വർക്കർ ഈസ് വെൽക്കം, എനി ടൈം ദേ ആർ വെൽക്കം. ഏതൊരു ജോലിക്കാരനും സ്വാഗതം, ഏത് സമയത്താണെങ്കിലും നിങ്ങൾക്ക് സ്വാഗതം. കാരണം അല്പസമയത്തേക്ക് ഈ ജോലിക്കാരെ കിട്ടിയുള്ളൂ എങ്കിലും അതുകൊണ്ട് ചില മുന്തിരിക്കൊലകൾ കൂടെ അത് ഹാർവെസ്റ്റ് ചെയ്ത് അകത്താക്കി സുരക്ഷിതമായ സ്ഥാനത്താക്കുവാൻ കഴിയും. അപ്പോൾ രാവിലെ മുതൽ ഈ മുന്തിരിത്തോട്ടത്തിന്റെ ഉടമസ്ഥൻ എന്ത് ചെയ്യുകയാണ്? ഈ വിളവ് അതിനുള്ള സമയമായി കഴിയുമ്പോൾ പിന്നെ അകത്തൊരു വല്ലാത്ത ഭ്രാന്തമായിട്ടുള്ള ഒരു ആവേശമായി, ഇതെങ്ങനെയെങ്കിലും എനിക്ക് എത്രയും വേഗം മഴ വീഴുന്നതിന് മുമ്പേ ഈ മുന്തിരിക്കുലകളെല്ലാം അത് ഹാർവെസ്റ്റ് ചെയ്ത് അകത്താക്കണം, അവയെ സുരക്ഷിതമായ സ്ഥാനത്ത് ആക്കി വെക്കണം എന്നുള്ള താല്പര്യമാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പം അത് നമ്മുടെ മനസ്സിൽ വെച്ചാൽ ഈ മനുഷ്യൻ ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവും, അല്ലേ? അത് നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ ഇത് മനസ്സിലാകത്തുമില്ല. അതുകൊണ്ട് ഇത് നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. വാസ്തവത്തിൽ നമ്മുടെ കർത്താവും ഇത് തന്നെയാണ് ചെയ്യുന്നത്. ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ നോക്കിയാൽ ടൈം ആൻഡ് അഗെയിൻ 50-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്ന, യഹോവയായ ദൈവം ഭൂമിയെ വിളിക്കുന്നു, സൂര്യൻ്റെ ഉദയം മുതൽ അസ്തമയം വരെ അവൻ വിളിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഒരു സമയവ്യത്യാസം കൂടാതെ ഏത് കാലത്തും യഹോവയായ ദൈവം ഭൂമിയെ വിളിക്കുകയാണ്, മനുഷ്യരെ വിളിക്കുകയാണ്, ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവീൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ദൈവം. അപ്പോൾ ദൈവത്തിൻ്റെ വിളി നമുക്ക് ഇതിനോട് ചേർന്ന് കാണുവാൻ തക്കവണ്ണം കഴിയും. അതേ കർത്താവ് തന്നെയാണ് പറഞ്ഞത്. പുതിയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ harvest truly is plenteous, but the laborers are very few. അല്ലേ? വേല വലിയതാണ്, വിശാലമായതാ. ഈ കൊയ്ത്ത് വളരെ ഉണ്ട്, വേലക്കാരോ ചുരുക്കം. കർത്താവിൻ്റെ മനസ്സിൻ്റെ ഭാരമെന്ന് പറയുന്നത് ചുറ്റുപാട് നോക്കുമ്പോൾ കാണുന്ന വലിയ കൊയ്ത്ത. പക്ഷെ അതിനോടൊപ്പം ചേർന്ന് കർത്താവ് കാണുന്ന മറ്റൊരു കാഴ്ചയാണ്, വേലക്കാർ വളരെ ചുരുക്കമാണ്. സ്തോത്രം. യേശു കർത്താവ് യഹൂദ്യയിൽ നിന്ന് ഗലീലയിലേക്ക് പോവുകയായിരുന്നു. അപ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. വായിക്കാൻ സമയമില്ല, അതിലേക്ക് നമ്മൾ വായിക്കാൻ സമയമെടുക്കണ്ട. എങ്കിലും അവിടെ എഴുതിയിരിക്കുന്ന, അവൻ ശമരിയയിൽ കൂടെ കടന്നു പോകേണ്ടി വന്നെന്നാണ്. അവിടെ സുഖാർ എന്ന പട്ടണത്തിനരികെ ഒരു ഉറവിനരികെ അവൻ ഇരുന്നു, ഒരു കിണറിനരികെ അവൻ ഇരുന്നു. അവിടെ വെള്ളം കോരുവാൻ ഒരു സ്ത്രീ വന്നു. അവളോട് അവൻ സംഭാഷിക്കുവാൻ തുടങ്ങി. ശിഷ്യന്മാർ പട്ടണത്തിലേക്ക് ഭക്ഷണം കൊള്ളുവാൻ പോയിരിക്കുകയായിരുന്നു. സ്ത്രീ വന്ന് അവളോട് യേശു സംസാരിക്കുവാൻ തുടങ്ങി. സ്ത്രീയെ, എനിക്ക് കുടിപ്പാൻ തരയണം എന്ന് യേശു ആവശ്യപ്പെട്ടപ്പോൾ അവൾ അത്ഭുതപ്പെട്ടു പോവുകയാണ്. കാരണം ഇവൻ യഹൂദനായിരിക്കെ, ഒരു ഗുരു റാബായി ആയിരിക്കെ അവളോട് കുടിപ്പാൻ ചോദിക്കുക. നീ യഹൂദനായിരിക്കെ എന്നോട് കുടിപ്പാൻ ചോദിക്കുന്നത് എന്ത്? അപ്പോൾ ആ കോൺവെർസേഷനെ കർത്താവ് മുന്നോട്ട് കൊണ്ടുപോയി. എന്നിട്ട് പറയുക, സ്ത്രീയെ, നിന്നോട് ഈ ചോദിക്കുന്നത് ആരെ എന്നും അവൻ നിനക്ക് ജീവനുള്ള ജലം തരുവാൻ കഴിവുള്ളവനെന്നും അറിഞ്ഞിരുന്നുവെങ്കിൽ, നിന്നോട് ചോദിക്കുന്നവൻ ആരെന്ന് നീ അറിഞ്ഞിരുന്നുവെങ്കിൽ, നീ അവനോട് ജീവന്റെ ജലത്തിനായിട്ട്
യാചിക്കുമായിരുന്നെന്ന്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ശിഷ്യന്മാർ ഭക്ഷണമായിട്ട് മടങ്ങി വരുന്നത്. അവർ വന്ന് നോക്കുമ്പം യേശു, ശ്രദ്ധിക്കണം, എന്നെ ശ്രദ്ധിക്കണം കേട്ടോ. അവർ വന്ന് നോക്കുമ്പം യേശു അവരോട് ഈ സ്ത്രീയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ട് ശിഷ്യന്മാർ അത്ഭുതപ്പെട്ടു. കാരണം യഹൂദ റബിമാര് പരസ്യ സ്ഥാനങ്ങളിൽ സ്ത്രീകളോട് സംസാരിക്കാറില്ല. എന്നാൽ യേശു, ഗുരുവായ കർത്താവായ യേശു ഇതാ ഇവിടെ ഒരു സ്ത്രീയുമായിട്ട് ഈ പരസ്യ സ്ഥാനത്ത് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അല്പം ഒന്ന് ഡിസ്ട്രാക്ട് ചെയ്യാനും കൂടി ആയിരിക്കാം. യേശുവിനെ കഴിപ്പിക്കുവാനുള്ള ആഗ്രഹത്തോട് ചേർന്ന് തന്നെ ഒരുപക്ഷെ യേശുവിൻ്റെ ശ്രദ്ധയെ ആ സ്ത്രീയിൽ നിന്ന് മാറ്റിയിട്ട് ഭക്ഷണത്തിലേക്ക് കൊണ്ടുവരുവാനും കൂടെ ആയിരിക്കാം. ഈ ശിഷ്യന്മാർ പറഞ്ഞു, ഗുരു നീ വായിച്ചിട്ടില്ലേ, ഗുരു നീ ഭക്ഷിച്ചാലും, സ്തോത്രം, ഗുരു നീ ഭക്ഷിച്ചാലും. അപ്പം കർത്താവ് പറഞ്ഞു, നിങ്ങൾ അറിയാത്ത ഭക്ഷണം എനിക്ക് ഉണ്ട്, നിങ്ങൾ അറിയാത്ത ഭക്ഷണം ഭക്ഷിപ്പാൻ എനിക്കുണ്ട്. എന്നിട്ട് ഒരു പക്ഷേ കർത്താവ് പറയാം, നിങ്ങൾ തല ഉയർത്തി നോക്ക്, നിങ്ങൾ പറയും കൊയ്ത്തിന് ഇനിയും 4 മാസം ഉണ്ടെന്ന്. പക്ഷെ നിങ്ങൾ തല ഉയർത്തി നോക്കിയാൽ കൊയ്ത്തിന് നിലങ്ങൾ ഇപ്പോൾ തന്നെ വെളുത്തിരിക്കുന്നത് നിങ്ങൾ കാണും. എൻ്റെ വിശ്വാസം മുഴുവൻ യേശു അത് പറഞ്ഞത് ഒരു കാഴ്ച കാണിച്ചുകൊണ്ടാണ്. ഈ സ്ത്രീ സുക്കാർ പട്ടണത്തിൽ പോയി അവിടെയുള്ളവരോട് സാക്ഷ്യം പറഞ്ഞ് അവർ ആബാലവൃദ്ധൻ ജനങ്ങൾ ആ പട്ടണത്തിൽ നിന്ന് യേശു അഥവാ മശിഹായെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു, ഒരു പക്ഷേ അവൻ മശിഹ ആയിരിക്കാം എന്ന് പറഞ്ഞ സ്ത്രീയുടെ വാക്ക് കേട്ട് നടന്ന് മലയിറങ്ങി, ഗെരിസീം മലയിറങ്ങി അങ്ങോട്ട് വരുന്ന ആ ആബാലവൃദ്ധം ജനത്തെ കാണിച്ചുകൊണ്ട് യേശു പറയുകയാണ്, നിങ്ങൾ പറയുന്നത് കൊയ്ത്തിന് ഇനി 4 മാസം വരുന്നെന്ന്. തല ഉയർത്തി നോക്കിയാൽ കൊയ്ത്തിന് നിലങ്ങൾ ഇപ്പോൾ തന്നെ. സ്തോത്രം. കർത്താവ് അന്നും ഇന്നും ഇതാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാരോ ചുരുക്കം. അപ്പോൾ ഒരു ഫ്രാൻറ്റിക് റേസ് ഉണ്ട് ദൈവത്തിൻ്റെ ഉള്ളില്, ദൈവത്തിൻ്റെ തിരുഹൃദയത്തിലുണ്ട്, അല്ലേ? ദുഷ്ടൻ തൻ്റെ ദുഷ്ടതയിൽ നശിക്കണമെന്നല്ല പ്രത്യുത, അവൻ തൻ്റെ ദുഷ്ടത വിട്ട് കർത്താവിങ്കിലേക്ക്, ജീവനുള്ള ദൈവത്തിങ്കിലേക്ക് തിരിയണമെന്നാ ദൈവത്തിൻ്റെ ആഗ്രഹം. അതുകൊണ്ടാണ് പ്രവാചകന്മാരോടും ഒക്കെ കർത്താവ് പറഞ്ഞത്, പ്രവാചക, മനുഷ്യപുത്ര, ദുഷ്ടനോട് നീ ഓർപ്പിച്ചോണം, അവനോട് നീ ഓർപ്പിക്കാതിരുന്നാൽ, പറയാതിരുന്നാൽ അവൻ തൻ്റെ ദുഷ്ടതയിൽ മരിക്കും, അവന്റെ രക്തം ഞാൻ നിന്നോട് ചോദിക്കും. സ്തോത്രം. നമ്മൾ വിചാരിക്കുന്നത് ദുഷ്ടത ചെയ്ത് ജീവിക്കുന്നവർ, ലോകത്തിലെ പാപികളും നമ്മൾ ബ്രാൻഡ് ചെയ്യുന്നവരൊക്കെ നശിക്കാനായിട്ട് ദൈവം ഇങ്ങനെ കാത്തിരിക്കുകയാണെന്നോ? നോ. ദൈവത്തിൻ്റെ തിരുഹൃദയത്തിൽ അവരെക്കുറിച്ചൊരു വേദനയുണ്ട്. ഈ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടയവൻ രാവിലെ തൊട്ടി ഭ്രാന്തനെ പോലെ ഓടി നടക്കുന്നത് പോലെ ദൈവത്തിൻ്റെ ഉള്ളിലൊരു വല്ലാത്ത താല്പര്യമുണ്ട്, ആഗ്രഹമുണ്ട്. എന്താ? തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യർ, തൻ്റെ സൃഷ്ടികളായ മനുഷ്യർ, അവർ ജീവനുള്ള ദൈവത്തിങ്കലേക്ക് തിരിയണം. ഹല്ലേലൂയ. അപ്പോൾ ഇതാണ് വർക്ക്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരുന്നു, പകലുള്ളിടത്തോളം അയച്ചവന്റെ വേല ചെയ്താണ്. സ്തോത്രം. മഴ വീഴുന്നതിന് മുമ്പേ, കാലവർഷം വരുന്നതിന് മുമ്പേ, ഈ മുന്തിരിക്കൊലകളെല്ലാം നശിച്ചു പോകുന്നതിന് മുമ്പേ, അവസരമുള്ളപ്പോൾ പകലുള്ളിടത്തോളം അയച്ചവന്റെ വേല ചെയ്തു കൊള്ളണം. കാരണം ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരുന്നുണ്ട്. സ്തോത്രം. തിരിഞ്ഞു നോക്കി ഇപ്പം അല്പമായ ദുഃഖം ഉണ്ടാകാറുണ്ട്. കാരണം ഒരുപാട് വൈഡ് ഓപ്പൺ ഡോഴ്സ് ഉണ്ടായിരുന്നൊരു സമയമുണ്ടായിരുന്നു. ഞാൻ ഇന്ത്യയെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്. വൈഡ് ഓപ്പൺ ഡോഴ്സ്. എത്രയോ സ്ഥലങ്ങളിൽ പരസ്യയോഗങ്ങൾ നടത്തിയിട്ടുണ്ട്. നോർത്ത് ഇന്ത്യയിൽ ഹൈന്ദവരുടെ പുണ്യസ്ഥലങ്ങൾ എന്നൊക്കെ പറയുന്ന സ്ഥലത്ത്, ബനാറസ്, കാശി, ഗംഗ ഒഴുകുന്ന സ്ഥലം, മറ്റു സ്ഥലങ്ങളിലൊക്കെ പോയി നിന്ന് അയോധ്യയിൽ, ഫൈസാബാദിൽ ഒക്കെ പോയി പ്രസംഗിച്ചിട്ടുണ്ട്. അന്ന് സാധിക്കുമായിരുന്നു. വൈഡ് ഓപ്പൺ ഡോഴ്സ്. ഇപ്പോൾ ആ വാതിലുകളെല്ലാം അടഞ്ഞിരിക്കുക. അവിടെ ഒന്നും പറ്റത്തില്ല.
സുവിശേഷീകരണം നടക്കുന്നുണ്ട്, ഇല്ലെന്നല്ല. കാരണം സുവിശേഷത്തിന് ബന്ധനമില്ല. അത് ദൈവം ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ചെയ്യും. പക്ഷെ നമുക്കുള്ള വാതിലുകൾ പലതും അടഞ്ഞുകൊണ്ടിരിക്കുക. സ്തോത്രം. അപ്പൊ ഈ വേദന നമ്മൾ കാണാതെ പോകരുത്. കർത്താവ് പറയുന്നത് നമ്മൾ തിരിച്ചറിയാതെ പോകരുത്. വർക്ക് വൈൽ ഇറ്റ് ഈസ് ഡേ. പകൽ ഉള്ളിടത്തോളം അയച്ചവന്റെ വേല ചെയ്തു കൊള്ളണം. ഇനി നമുക്ക് അപ്പം വർക്ക് എന്താന്ന് ഏകദേശം മനസ്സിലായല്ലോ. ഇവിടെ പറയുന്ന മുന്തിരിത്തോട്ടത്തിന്റെ ഉടയവൻ അവൻ ചെയ്ത വർക്ക്, നമ്മളോട് കർത്താവ് പറയുന്ന വർക്ക് എന്താണെന്ന് ഏകദേശം മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ ജീവിതം കൊണ്ട് ചിലരെയെങ്കിലും നിത്യതയിലേക്ക് നടത്തുവാൻ ഒരു മുഖാന്തരമായി തീരണം. രക്ഷയിലേക്ക് നടത്തുവാൻ ഒരു മുഖാന്തരമായി തീരണം. രണ്ടാമത് നമുക്ക് വർക്കേഴ്സിനെ കുറിച്ചൊന്ന് നോക്കാം. ഇവിടെ എങ്ങനെയുള്ള ജോലിക്കാരെയാണ് അല്ലെങ്കിൽ ഏത് വിധത്തിലാണ് ഈ ഉടയവൻ ഈ ജോലിക്കാരെ വിളിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. 2 മുതൽ 7 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിക്കാമോ? വേലക്കാരോട് അവൻ ദിവസത്തേക്ക് ഓരോ വെള്ളിക്കാശ് പറഞ്ഞൊത്തിട്ട് അവരെ മുന്തിരിത്തോട്ടത്തിൽ അയച്ചു. 3-ാം മണി നേരത്തും പുറപ്പെട്ടു. മറ്റു ചിലർ ചന്തയിൽ മിനക്കെട്ടു നിൽക്കുന്നത് കണ്ടു. നിങ്ങളും മുന്തിരിത്തോട്ടത്തിൽ പോകുവീൻ, ന്യായമായത് തരാം എന്നവരോട് പറഞ്ഞു. അവർ പോയി. അവൻ 6-ാം മണി നേരത്തും 9-ാം മണി നേരത്തും ചെന്ന് അങ്ങനെ തന്നെ ചെയ്തു. 11-ാം മണി നേരത്തും ചെന്നു. മറ്റു ചിലർ നിൽക്കുന്നത് കണ്ടിട്ട്, നിങ്ങൾ ഇവിടെ പകൽ മുഴുവൻ മിനക്കെട്ട് നിൽക്കുന്നത് എന്തേ എന്ന് ചോദിച്ചു. ഞങ്ങളെ ആരും കൂലിക്ക് വിളിക്കായിക കൊണ്ടത്രേ എന്ന് അവർ പറഞ്ഞപ്പോൾ, നിങ്ങളും മുന്തിരിത്തോട്ടത്തിലേക്ക് ചെല്ലുവീൻ എന്ന് അവരോട് പറഞ്ഞു. ആമേൻ. 7 വരെയല്ലേ വായിച്ചു? ഒന്നാമത്തെ റിക്രൂട്ട്സിനെ ഒന്ന് ശ്രദ്ധിച്ചേ. ഫസ്റ്റ് റിക്രൂട്ട്സ്, ആദ്യമായിട്ട് റിക്രൂട്ട് ചെയ്തവർ, ഏർലി വർക്കേഴ്സ് വെർ റിക്രൂട്ടഡ്. അല്പം വ്യത്യാസമുണ്ട്. ഈ പല ആളുകളെയും റിക്രൂട്ട് ചെയ്തപ്പോഴത്തെ ഉടമസ്ഥൻ അവരെ സമീപിച്ച സമീപന രീതിയിൽ അല്പം വ്യത്യാസങ്ങളുണ്ട്, അല്ലേ? അവരോട് വേലക്കാരെ അവൻ ദിവസത്തേക്ക് ഒരു വെള്ളിക്കാശ് പറഞ്ഞ് ഒത്തിട്ട് അവരെ മുന്തിരിത്തോട്ടത്തിലേക്ക് അയച്ചു. അപ്പം ഒന്നാമത് വിളിച്ച ഏർലി റിക്രൂട്ടേഴ്സിനോട് ഉടമസ്ഥൻ പറയുകയാണ്, നിങ്ങൾ വന്ന് എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്യണം, ഞാൻ ദിവസത്തേക്ക് ഒരു വെള്ളിക്കാശ് നിങ്ങൾക്ക് തരാം. ഒരു വെള്ളിക്കാശ് എന്ന് പറഞ്ഞാൽ ഒരു കുറഞ്ഞ പ്രതിഫലമല്ല, ഒരു കൂലിയല്ല. അതൊരു വലിയ ജനറസ് ആയിട്ടുള്ള വേജായിരുന്നു. കാരണം അന്നത്തെ ഒരു റോമൻ പടയാളിക്ക് ഒരു ദിവസത്തെ ജോലിയുടെ കൂലിയായിട്ട് ലഭിക്കുന്നതായിരുന്നു ഒരു വെള്ളിക്കാശ്. അപ്പോൾ ഒരു റോമ പടയാളിക്ക് അന്നത്തെ കാലത്ത് ലഭിക്കുന്ന വേതനം ഇവിടെ മുന്തിരിത്തോട്ടത്തിൽ വന്ന് മുന്തിരിങ്ങ അടർത്തിയെടുക്കുന്ന ആളിന് യജമാനൻ പറഞ്ഞു വെക്കുകയാണ്, നിങ്ങൾക്ക് ദിവസത്തേക്ക് ഒരു വെള്ളിക്കാശ് നൽകാം എന്ന് പറയുകയാണ്. അപ്പം എത്ര മണിക്കാണ് ഇറങ്ങി പുറപ്പെടുന്നത്? 6 മണിക്ക്. പലസ്തീനിലെ ജോലി 6 തൊട്ട് 6 വരെയാണ്. 6 മണി തൊട്ട് 6 മണി വരെ 12 മണിക്കൂറാണ്. ഇന്നത്തെ പോലെ 8 hours വർക്ക് കൾച്ചർ അല്ലായിരുന്നു, 12 hours ആയിരുന്നു. അപ്പോൾ 6 മണിക്ക് ജോലിക്ക് വിളിച്ച് അവരെ ആക്കുകയാണ്. യജമാനൻ വന്നു, ആ ബാച്ചുമായിട്ട് വന്നു, അവരെ ജോലിക്കാക്കി. എന്നിട്ട് അവൻ ഇരിപ്പുറയ്ക്കുന്നില്ല, അവൻ പിന്നെയും ഇറങ്ങി പുറപ്പെടുകയാണ്. രണ്ടാമതൊരു കൂട്ടരെ കൂടെ മോർണിംഗ് വർക്കേഴ്സായിട്ട് അവൻ റിക്രൂട്ട് ചെയ്യുകയാണ്. ഫസ്റ്റ് റിക്രൂട്ട്സിനെ ഒരു ഡിനാരിയസിന് ഒരു വെള്ളിക്കാശിന് അവരെ പറഞ്ഞ് ആക്കി. രണ്ടാമത്തവരെ 3-4 വാക്യങ്ങളിൽ നമ്മൾ കണ്ടു, വീണ്ടും അവൻ 3-ാം മണി നേരം. 1-ാം മണി നേരം എന്ന് പറയുന്നത് നമ്മുടെ രാവിലെ 6 മണി. 3-ാം മണി നേരം എന്ന് പറയുന്നത് രാവിലെ ഇവിടെ ഇല്ലേ 9 മണി. അപ്പൊ 6 മണിക്ക് ഇറങ്ങി പുറപ്പെട്ടു, കുറെ പേരെ കൊണ്ടുവന്ന് വേലക്കാക്കി. വീണ്ടും 9 മണിക്ക് അഥവാ 3rd അവറിന് അവരെ വിളിച്ച് മുന്തിരിത്തോട്ടത്തിലാക്കി. പിന്നെയും ചിലരെ വിളിച്ച് മുന്തിരിത്തോട്ടത്തിലാക്കി. 3-4 വാക്യങ്ങൾ അതാ കാണുന്നത്. 3-ാം മണി നേരത്തും പുറപ്പെട്ടു. മറ്റു ചിലർ ചന്തയിൽ മെനക്കെട്ട് നിൽക്കുന്നത് കണ്ടു. നിങ്ങൾ മുന്തിരിത്തോട്ടത്തിൽ പോകുവിൻ, ന്യായമായത് തരാമെന്ന് അവരോട് പറഞ്ഞു. അവർ പോയി. അപ്പം വീണ്ടും 9 മണിക്ക് ചില വേലക്കാരെ വിളിച്ച് ആക്കുക. അവിടെ ഒരു ഫേം അഗ്രിമെന്റ് കാണുന്നില്ല.
1 വെള്ളിക്കാശ് തരാമെന്നാണ് 6 മണിക്ക് വിളിച്ചവരോട്, 1-ാം മണി നേരത്ത് വിളിച്ചവരോട് പറഞ്ഞത്. 9-ാം മണി നേരത്ത് വിളിച്ചവരോട് ഒരു ഫേം എഗ്രിമെന്റ് നമ്മൾ കാണുന്നില്ല. ന്യായമായത് തരാം. അവരും വേലയ്ക്ക് പോകുന്നു. ദൈവത്തിന് സ്തോത്രം. കാരണം ജോലിക്കാരെ സംബന്ധിച്ചും വർക്ക് വാസ് വെരി ഹാർഡ് ടു ഫൈൻഡ്. ജോലി എന്ന് പറയുന്നത് കണ്ടെത്താൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. അതുകൊണ്ട് ന്യായമായത് തരാമെന്ന് ഈ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടയവൻ പറഞ്ഞത് തന്നെ അവർ ഏറ്റെടുത്ത് അതിനെ സ്വീകരിച്ച് ഈ ജോലി സ്ഥാനത്തേക്ക് അവർ കടന്നു പോവുകയാണ്. സ്തോത്രം. അപ്പം 6 മണിക്ക് ഒരു ബാച്ച്, 9 മണിക്ക് അടുത്ത ബാച്ച്, പിന്നെ 12 മണി. ഇല്ലല്ല, അവിടെ ആയില്ല. നമ്മൾ 3-4 വാക്യങ്ങളിലാണ് ഇപ്പോഴും. കാരണം അതവിടെ ഒരുമിച്ചാ പറഞ്ഞിരിക്കുന്നത്. 3-ാം മണി നേരത്ത് പുറപ്പെട്ടു മാറ്റിയാൽ അവൻ 6-ാം മണി നേരത്തും 9-ാം മണി നേരത്തും ചെന്ന് അങ്ങനെ തന്നെ ചെയ്തു. 6-ാം മണി എന്ന് പറയുന്നത് 12 മണിയാണ്. രാവിലെ 6-ന് തുടങ്ങി ജോലിക്കുള്ള റിക്രൂട്ടിങ്. 6-ാം മണി നേരം എന്ന് പറയുന്നത് എത്ര മണിയാ? 12 മണിയാണ്. അപ്പം 6 മണിക്ക് പോയി, 9 മണിക്ക് പോയി, 12 മണിക്ക് പോയി. അതാ 6-ാം മണി എന്ന് പറയുന്നത്. അപ്പോൾ അത് ആഫ്റ്റർനൂൺ വർക്കേഴ്സാണ്. ഇനി ആകെപ്പാടെ ഈ 12 മണിക്ക് ആളുകളെ വിളിച്ചുകൊണ്ട് വന്നാൽ ഇനി 6 മണിയുടെ ജോലിയേ ഉള്ളൂ. 6 മണിക്കൂറിൻ്റെ ജോലിയേ ഉള്ളൂ. രാവിലെ തുടങ്ങിയവർ വേണ്ട 6 മണിക്കൂർ ഓൾറെഡി ജോലി ചെയ്ത് കഴിഞ്ഞിരിക്കുക. പക്ഷെ യജമാനൻ ഇരിപ്പുറയ്ക്കുന്നില്ല, അവന് വീട്ടിലിരിക്കാൻ പറ്റുന്നില്ല. അവൻ പിന്നെ ഇറങ്ങി പുറപ്പെട്ടു. 12 മണിയായപ്പോൾ, അഥവാ 6-ാം മണി നേരത്ത് പിന്നെയും ചെന്നു. ചിലരെ ചന്തയിൽ മിനക്കെട്ട് നിൽക്കുന്നത് കണ്ടു. അവരോട് പറഞ്ഞു, നിങ്ങളും പോയി എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്യുവീൻ. സ്തോത്രം. ആഫ്റ്റർനൂൺ വർക്കേഴ്സ്. 6th hour. തീർന്നില്ല. യജമാനൻ വീട്ടിൽ വന്നു, അല്ലെങ്കിൽ മുന്തിരിത്തോട്ടത്തിൽ മടങ്ങി വന്നിട്ട് പിന്നെയും അവൻ ഇരിക്കാൻ പറ്റുന്നില്ല. അവൻ പിന്നെയും പുറപ്പെട്ടു പോയി. എത്ര മണിക്കാ? 9-ാം മണി നേരം, അഥവാ ഉച്ച കഴിഞ്ഞ് 3 മണി. ആഫ്റ്റർനൂൺ 3 o'clock. ലൂസ് അറേഞ്ച്മെന്റാ. എഗെയിൻ എന്ന് പറഞ്ഞാൽ ഫേം അഷുറൻസ് ഒന്നുമില്ല. 1 വെള്ളിക്കാശ് തരാം, അല്ലെ നിങ്ങൾ മുഴുവൻ ദിവസവും ഇല്ലാത്തതുകൊണ്ട് 1/2 വെള്ളിക്കാശ് തരാം, ഒന്നുമല്ല പറയുന്നത്. അവിടെയും പറഞ്ഞു കാണാൻ ന്യായമായത് ഞാൻ തരാം, നിങ്ങൾ പോയി ജോലി ചെയ്യുകയും. 3 മണിക്ക് ആളുകളെ വിളിച്ചാക്കി. അവിടെ കോൺട്രാക്റ്റ് ഒന്നും കാണുന്നില്ല. കാരണം അവൻ ചന്തയിൽ ചെന്നപ്പോൾ മിനക്കെട്ട് ആളുകളെ മിനക്കെട്ട് നിൽക്കുന്ന എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാനില്ലാതെ നിൽക്കുന്ന ചിലരെ കണ്ടു. ഞാനിത് വായിച്ചപ്പോൾ, ഞാനിത് പ്രിപ്പയർ ചെയ്തപ്പോൾ ഓർക്കുമായിരുന്നു, നമ്മളോടൊക്കെ കർത്താവ് കാണിച്ച കാരണം നമ്മളൊക്കെ എങ്ങനെ നിൽക്കുന്നവരായിരുന്നു? മെനക്കെട്ട് നിൽക്കുന്നവരായിരുന്നു. ഒന്നും ചെയ്യാനില്ലാതെ നിൽക്കുന്നവർ, എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്നവരായിരുന്നു. അവൻ പിന്നെയും കൊന്ന് കണ്ടെത്തി, നമ്മയും കണ്ടെത്തി. മെനക്കെട്ട് നിന്നിരുന്ന നമ്മയും കണ്ടെത്തിയതാ. സ്തോത്രം. ഹല്ലേലൂയ. എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്നത് 6-ാം മണിയും 9-ാം മണിയും 12-ാം മണിയും ഒന്നുമല്ല. ഏറ്റവും അത്ഭുതപ്പെടുത്തുന്നത് ഈ 11-ാം മണി നേരം, അഥവാ 5 മണിക്ക്. 3 മണി വരെയുള്ളത് നമുക്ക് എങ്ങനെയാലും സഹിക്കാം. യജമാനൻ പിന്നെ എത്ര മണിക്കും പോവുകയാ? 5 മണിയായപ്പോൾ. 6-7 വാക്യങ്ങളൊന്ന് വായിച്ചേ പെട്ടെന്ന്. 11-ാം മണി നേരത്തും ചെന്നു മറ്റു ചിലർ നിൽക്കുന്നത് കണ്ടിട്ട്, നിങ്ങൾ ഇവിടെ പകൽ മുഴുവൻ മിനക്കെട്ട് നിൽക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. ഞങ്ങളെ ആരും കൂലിക്ക് വിളിക്കായക കൊണ്ട് അത്രേ എന്ന് അവർ പറഞ്ഞപ്പോൾ, നിങ്ങളും മുന്തിരിത്തോട്ടത്തിലേക്ക് ചെല്ലുവീൻ എന്ന് അവരോട് പറഞ്ഞു. മതി. 1 മണിക്കൂറേ ഇനി ബാക്കിയുള്ളൂ. ആ 1 മണിക്കൂർ വർക്ക് ചെയ്യാനായിട്ട് അവൻ കൂലിക്കാരെ വിളിച്ചാക്കുകയാണ്. അവരോടൊരു ചോദ്യം ചോദിച്ചു, നിങ്ങൾ ഇവിടെ ഇങ്ങനെ മെനക്കെട്ട് നിൽക്കുന്നത് എന്ത്? അപ്പോൾ ഒരുവൻ, ഞങ്ങളെ കൂലിക്ക് വിളിക്കാൻ ആരുമില്ലായിരുന്നു. രാവിലെ തൊട്ട് കാത്തു നിൽക്കുക, 11th hour വരെ. ഇനി 1 മണിക്കൂറൂടെ ഉള്ളൂ ജോലിക്കുള്ള സമയം. ഈ സമയം ആകുമ്പോഴത്തേക്ക് ആദ്യം ജോലി ആരംഭിച്ചവരൊക്കെ പതുക്കെ
ടൂൾസൊക്കെ ഇങ്ങനെ ഒരുക്കി സഞ്ചിയിലാക്കി മടങ്ങാൻ ഒരുങ്ങുന്ന സമയം. നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ ആശാരിമാരും മേസ്ത്രിമാരും ഒക്കെ പണിയുന്നത് കണ്ടിട്ടുണ്ടല്ലോ. വൈകിട്ട് വർക്ക് തീരുന്നതനുസരിച്ച് ഏകദേശം 1 മണിക്കൂർ മുമ്പ് തൊട്ട് ഒരു വൈൻഡിങ് ഡൗൺ തുടങ്ങും അല്ലേ. ആശാരി ആണെങ്കിൽ ഉളിയും കൊട്ടുപിടിയും ഒക്കെ പതിയെ ഒന്ന് രാഗി ഒന്ന് മൂർച്ചയൊക്കെ കൂട്ടി സഞ്ചിയിലൊക്കെ ആക്കി ഇങ്ങനെ പോകാനുള്ള ഒരുക്കം. മേസ്ത്രി ആണെങ്കിൽ അവൻ ആ തേക്കുന്ന സാധനങ്ങളും എല്ലാം ഒന്ന് ക്ലീനൊക്കെ ചെയ്ത് പതുക്കെ 1 മണിക്കൂർ സാധാരണ അതിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ തോട്ടത്തിലെ വേലക്കാരും ഒരു പക്ഷേ സ്ലോലി ബട്ട് അവരെന്തിനു ഒരുങ്ങുക? മടങ്ങാനായിട്ട് ഒരുങ്ങുക. അപ്പം വേണ്ടി ഈ മനുഷ്യൻ, ഈ യജമാനൻ അടുത്തൊരു ബാച്ചുമായിട്ട് വന്നിരിക്കുക. അടുത്തൊരു ബാച്ചുമായിട്ട് അവരെയും വിളിച്ച് വിലക്കാക്കി. ആരോ ഒരു ദീർഘശ്വാസം വിട്ടു. സത്യമായി ഇത് വായിച്ചാൽ നമുക്ക് അങ്ങനെ തോന്നിപ്പോകും. ഈ മനുഷ്യർ എന്നെ എടുക്കുമായിരുന്നു ഈ ചന്തയിൽ. വെറുതെ സ്ട്രീറ്റ് കോർണർ ഐഡിലേഴ്സ് ആയിരുന്നു. ചുമ്മാ വെറുതെ ചന്തയിൽ പോയി നിന്ന് സമയം കളയുന്ന മനുഷ്യരായിരുന്നു. They were not idle people. അലസരായി നിൽക്കുന്ന ആളുകളൊന്നും അല്ലായിരുന്നു. പ്രത്യുത അവരെ സംബന്ധിച്ചൊരു കമ്പൽഷനായിരുന്നു. ഒരു ജോലി എന്നുള്ളത് അവരെ സംബന്ധിച്ചൊരു കമ്പൽഷനായിരുന്നു. ഞാൻ വടക്കേ ഇന്ത്യയിലായിരുന്നപ്പോൾ വാരണാസിയിലും ദെറാദൂണിലും ഒക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അവിടെ എല്ലാം ലേബർ മണ്ടിയുണ്ട്, ലേബർ എക്സ്ചേഞ്ച് പ്ലേസ് ഉണ്ട്. അപ്പോൾ രാവിലെ വരും അവിടെ ആളുകൾ. 9 മണിക്കാണ് അവിടെ ജോലി തുടങ്ങുന്നതെങ്കിൽ 8 മണിക്ക് മുമ്പ് തന്നെ അവിടെ ഒരു പറ്റം ആളുകൾ, ഒരു വലിയ ഗ്രൂപ്പ്, ഒരു വലിയ ക്രൗഡ് കാണും അവിടെ. അപ്പോൾ ഓരോ തരത്തിൽ ജോലിക്ക് ആവശ്യമുള്ളവർ ചെന്ന് അവരെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. കോൺട്രാക്ടേഴ്സും ബിൽഡിംഗ് വർക്കേഴ്സിനും ഒക്കെ വേണ്ടി കോൺട്രാക്ടേഴ്സും മറ്റുള്ളവരും ഒക്കെ ചെല്ലുക. അല്ലെ കൃഷിസ്ഥലത്ത് ഫാമിലൊക്കെ വർക്ക് ചെയ്യാനായിട്ട് ദിവസക്കൂലിക്കായിട്ട് ആളുകളെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. അവരവരുടെ ആയുധങ്ങൾ സഞ്ചിയിലാക്കി രാവിലെ മുതൽ അവിടെ കാത്തു നിൽപ്പാ. സ്തോത്രം. ഇത് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് എനിക്കത് മനസ്സിലാവും ഇവിടെ എന്താ പറയുന്നത്. ഇവരിവിടെ വെറുതെ നിൽക്കുകയല്ലായിരുന്നു. രാവിലെ മുതൽ എന്താ വൈകുന്നേരം വരെ നിന്നത്. പ്രതീക്ഷകളൊക്കെ അസ്തമിച്ചു പോയില്ലേ? ഇനിയും പ്രതീക്ഷയ്ക്ക് സമയമുണ്ടോ? 3 മണിക്കൂർ എങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ, 6 മണിക്കൂർ ഉണ്ടായിരുന്നെങ്കിൽ അവിടെ നിന്നിട്ട് കാര്യമുണ്ടായിരുന്നു. ഇനി ആരെങ്കിലും വിളിക്കുമോ? ഈ വേലക്കാര് അവസാനം വരെ നിൽക്കുകയാണ്. ഈ ഒരു ജോലി കണ്ടെത്തുക എന്ന് പറയുന്നതായിരുന്നു ഏറ്റവും വലിയ ചലഞ്ച് ആ സമയത്ത്. ഈ വീടുകളിൽ സ്ലൈവ്സ് ആയിട്ട് വർക്ക് ചെയ്തവർ, അടിമകളായിട്ട് വർക്ക് ചെയ്തവർ കുറച്ചുകൂടെ ബെറ്റർ ഓഫ് ആയിരുന്നു. കുറച്ചുകൂടെ അവർക്ക് നല്ല പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു. ഒരു വീടിനോട് അവർ അറ്റാച്ച്ഡാ, ഒരു ഫാമിലിയോട് അറ്റാച്ച്ഡാ. അവർക്ക് ആഹാരം കിട്ടിക്കൊണ്ടേയിരിക്കും, അവർക്കൊരു താമസ സൗകര്യം ഉണ്ട്, അവർക്ക് കുടുംബങ്ങളുണ്ടെങ്കിൽ, അവർക്ക് ഭാര്യമാർ അല്ലെങ്കിൽ ഭർത്താക്കന്മാർ മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരെ പുലർത്തുന്ന കാര്യത്തെക്കുറിച്ച് അവർക്ക് ചിന്താകുലപ്പെടേണ്ട കാര്യമില്ല. സ്ലൈവ്സ്, ഈവൻ സ്ലൈവ്സ്, ബോൺ സെർവൻസ്, അങ്ങനെ ഒരു ദീർഘവർഷങ്ങളിലേക്ക് ഒരു പ്ലഡ്ജോടെ വർക്ക് ചെയ്യുന്നവർക്കെല്ലാം ഒരു പ്രതീക്ഷയ്ക്ക് വകയുണ്ടായിരുന്നു. എന്നാൽ ഈ ദിവസക്കൂലിക്കാരുടെ സാഹചര്യം എന്ന് പറയുന്നത് വളരെ കഠിനതരമായിരുന്നു. കേൾക്കുന്നുണ്ടോ നിങ്ങൾ എന്നെ? ദിവസക്കൂലിക്കാരുടെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ കഠിനതരമായിരുന്നു. അതാത് ദിവസം അവർക്ക് ജോലി ലഭിച്ചില്ല എങ്കിൽ അവരുടെ അടുപ്പിൽ തീ പുകയില്ല. ഒരു പ്രതീക്ഷയോടെ നിന്റെ ഭവനത്തില് ഭാര്യയും മക്കളും കാത്തിരിക്കുകയാണ്. ഒരു ദിവസത്തെ ജോലി ചെയ്തുകിട്ട് കൊണ്ടുവരുന്ന കൂലി കൊണ്ട് ആഹാര സാധനങ്ങൾ, സാമഗ്രികൾ വാങ്ങി അത് പാകം ചെയ്ത് കഴിക്കാൻ കാത്തിരിക്കുന്ന
വിശക്കുന്ന വയറുമായി കാത്തിരിക്കുന്ന ഒരു കുടുംബമുണ്ട്. അതുകൊണ്ടൊരു കമ്പൽഷനാ. ആരെങ്കിലും ജോലിക്ക് വിളിച്ചേ മതിയാകുള്ളൂ. കാത്തു നിൽക്കുകയാ. സ്തോത്രം. ഞാനിന്ന് തീർക്കണമെന്ന് ആഗ്രഹിച്ചത്, പക്ഷേ എൻ്റെ സമയം തീരുകയാണ്. അതുകൊണ്ട് അവർക്ക് ആരെങ്കിലും വിളിച്ചാൽ മതിയാകുള്ളൂ. അവർ കാത്തിരിക്കുക. ആരെങ്കിലും ഒന്ന് വിളിച്ചെങ്കിൽ കൊള്ളായിരുന്നു. അവരോട് യജമാനൻ വന്ന് ചോദിക്കുന്നത്, നിങ്ങളിങ്ങനെ മെനക്കെട്ട് നിൽക്കുന്നത് എന്ത്? ഞങ്ങളെ ആരും വിളിക്കാത്തത് കൊണ്ടാണ്. ആരും വിളിച്ചില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ കാത്തു നിൽക്കുന്നത്. സ്തോത്രം. നമ്മളൊക്കെ ഒരുപക്ഷെ അങ്ങനെ പറഞ്ഞുകൊണ്ട് നിന്നവരാ, അല്ലെ പറയേണ്ടവരായിരുന്നു. ആരും ഒരു കണ്ണിനും ദയ തോന്നാതെ നമ്മൾ പരിതാപം പൂണ്ട് കിടന്നോരു നേരം അകമേ അരികെ വന്ന് ആശ്വാസം തന്നോരു സ്നേഹം അകമേ നനച്ച് വണങ്ങി നമിക്കാം. ഇന്ന് രാവിലെ എത്ര പേര് നന്ദിയോടെ കർത്താവിന് മഹത്വം കരേറ്റും. കർത്താവിൻ്റെ സ്നേഹം നമ്മെ തേടി വന്നല്ലോ. ആർക്കും വേണ്ടാത്തവരായിട്ട്, വെളിമ്പറമ്പിൽ എറിയപ്പെട്ടവരായിട്ട്, ഒരു കണ്ണിനും ദയ തോന്നാതെ കിടന്ന സ്ഥാനത്ത് അവൻ്റെ സ്നേഹം നമ്മെ തേടി വന്നു. നമ്മുടെ ഇന്നത്തെ പ്രിവിലേജസ്, നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സന്തോഷം, നമ്മുടെ ഭാവി പ്രത്യാശ എല്ലാം അത് നിമിത്തമല്ലേ? മിനക്കെട്ട് നിന്ന ഒന്നിനും കൊള്ളാത്തവരായിരുന്ന നമ്മെ കർത്താവ് തിരഞ്ഞെടുത്തത് കൊണ്ടല്ലേ? നന്ദിയോടെ കർത്താവിന് നമുക്ക് മഹത്വം കരേറ്റാം. ഹല്ലേലൂയ. നന്ദി കാണിപ്പാൻ മറന്നു പോകരുത്. നന്ദിയോടെ കർത്താവിനെ ആരാധിപ്പാൻ മറന്നു പോകരുത്. അല്പനിമിഷങ്ങൾ നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമ്മൾ ആരാധനയിലേക്ക് പ്രവേശിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാവിലെ നമ്മുടെ ഉള്ളങ്ങളെ ഒരുമിച്ച് ദൈവസന്നിധിയിലേക്ക് ഉയർത്തിക്കൊണ്ട് കർത്താവിന് മഹത്വം കരേറ്റാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും കർത്താവിനെ ശബ്ദമുയർത്തി കർത്താവിനെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ആരാധിക്കുകയും ചെയ്തുകൊണ്ടിരുന്നാട്ടെ. ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ മധ്യത്തിൽ ഇന്ന് രാവിലെ ഉണ്ടല്ലോ. നമ്മോട് ദയ കാണിച്ച ദൈവത്തിന് നന്ദി കരേറ്റുവാൻ മറന്നു പോകരുത് പ്രിയപ്പെട്ടവരെ. നന്ദിയില്ലാത്ത ഇരുണ്ട ഹൃദയങ്ങളിൽ നമ്മൾ ആർക്കും ഉണ്ടാകുവാൻ ഇടയാകരുത്. നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. Glory be to God, glory be to God. Hallelujah. ആരാധനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സ്തോത്രം.